ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ടൗൺഷിപ്പ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ടും ആധുനികവൽക്കരണമെന്ന വരട്ടുവാദവും പറഞ്ഞ് ഇത്രനാൾ പാർട്ടി ഇതിനെ എതിർത്തത് സുധാകരൻ സഹാവിന് വേണ്ടി മാത്രമാണ്. ഇനിയും ജനവികാരം കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല. അടിയന്തരമായിട്ട് നമ്മൾ ടൗൺഷിപ്പിനെ സ്വാഗതം ചെയ്തേ പറ്റൂ. എന്താ സഖാവേ ഇത്? നമ്മുടെ പാർട്ടിക്ക് ചില തത്വാധിഷ്ഠിത നിലപാടുകളില്ലേ? അല്ലാതെ ജനവികാരം മാനിച്ച് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പാർട്ടിയുടെ ഇന്നത്തെ ക്ഷീണം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ടൗൺഷിപ്പ് വന്നാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും. നമ്മുടെ ബക്കറ്റിൽ ഒരുപാട് സംഭാവന വീഴും. ഈ പാർട്ടി ഓഫീസ് ഒന്ന് പുതുക്കി പണിയാം. പിന്നെ ഹോട്ടലിലും ഹോസ്പിറ്റലിലും കോളേജിലും ഒക്കെ നമുക്ക് ട്രേഡ് യൂണിയൻ തുടങ്ങാം. വേണമെങ്കിൽ സമരം നടത്തി അതൊക്കെ പൂട്ടിക്കാം. അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കിട്ടുന്ന വലിയൊരു അവസരമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്. സെക്രട്ടറി പറഞ്ഞ അതിന്റെ ശരി. ഇവിടെ ടൗൺഷിപ്പ് വന്നാൽ എനിക്ക് പറമ്പിലെ നാളികേരായിട്ട് കാലടി ചന്തയ്ക്ക് പോകേണ്ടി വരില്ലല്ലോ. ഹോട്ടലുകാരും ഹോസ്പിറ്റലുകാരും ഒക്കെ ചോദിക്കുന്ന വില തരും. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് അത്യാവശ്യമാണ്. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവനല്ലേ ഞാൻ. എന്റെ കിടപ്പാടം കളഞ്ഞിട്ട് വേണോ പാർട്ടിക്ക് ശക്തിപ്പെടാൻ? ലെനിനിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് വ്യക്തി താൽപര്യങ്ങളില്ല, ഭൂരിപക്ഷാധിഷ്ഠിത പാർട്ടി നിലപാടുകളേ ഉള്ളൂ എന്ന കാര്യം സുധാകരൻ ഇനിയും അറിയില്ലേ? ടൗൺഷിപ്പിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്. ആലുവ ചാണ്ടി ഏരിയ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പൊ മനസ്സിലായി. ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ പാർട്ടിയോടുള്ള താല്പര്യമല്ല, കടുത്ത അഴിമതിയാ. അഴിമതിയെ പറ്റി മാത്രം ഒന്നും പറയരുത്. അത് പാർട്ടി വെച്ചുപൊറപ്പിക്കില്ല. സുധാകരൻ സഹാവിന് വേണമെങ്കിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകും.